അടുത്തത് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ടൈപ്പ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റ് റിപ്പോർട്ട് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ റിപ്പോർട്ടാണ് പോസിറ്റീവ് റിപ്പോർട്ട്, രണ്ടാമത്തെ റിപ്പോർട്ടാണ് നെഗറ്റീവ് റിപ്പോർട്ട്. ഇപ്പം ഏത് റിപ്പോർട്ടായിരിക്കും നല്ലത് എന്ന് പറയുന്നത്? പോസിറ്റീവ് റിപ്പോർട്ടാണ്, പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടാണ് നല്ലത്. നെഗറ്റീവ് റിപ്പോർട്ട് എന്ന് പറയുന്നത് കമ്പനീൻ്റെ പെർഫോമൻസ് അത്ര നല്ലതല്ല, അതുകൊണ്ട് തന്നെ റിപ്പോർട്ടിലും അതിൻ്റേതായ ഡിഫക്റ്റീവ് ഓഡിറ്റർ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെന്ത് പറയുന്നത്? നെഗറ്റീവ് എന്ന്. ഓക്കെ, അപ്പോൾ ഏത് നല്ലതായിരിക്കും? പോസിറ്റീവ്. ഏതായിരിക്കും അപാകതകളുള്ള റിപ്പോർട്ട്? നെഗറ്റീവ് റിപ്പോർട്ട്. അപ്പോൾ നെഗറ്റീവ് റിപ്പോർട്ടിൽ കമ്പനീൻ്റെ പെർഫോമൻസ് അത്ര നല്ലതല്ല എന്നുള്ളത് ഓഡിറ്റർ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതിന് നെഗറ്റീവ് എന്ന് പേര് വന്നത്. അപ്പം നമുക്കിനി ഓരോന്നും പഠിക്കാം. അപ്പം പോസിറ്റീവ് റിപ്പോർട്ട്, നെഗറ്റീവ് റിപ്പോർട്ട് എന്നുള്ളത് ഞാനിവിടെ ഡിഫറൻസ് ആക്കിയിട്ടാണ് കൊടുത്തത്. അപ്പോൾ എക്സാമിന് പോസിറ്റീവ് റിപ്പോർട്ട് മാത്രമാണ് ചോദിച്ചതെങ്കിൽ ഈ കോളം ഫുൾ എഴുതുക. നെഗറ്റീവ് റിപ്പോർട്ടാണ് ചോദിച്ചതെങ്കിൽ ഈ കോളം ഫുള്ള്, രണ്ടാമത്തെ ഈ കോളം ഫുള്ള് എഴുതുക. ഓക്കെ, ഇത് ഇങ്ങനെ നിങ്ങളെ ടെക്സ്റ്റിൽ ഇങ്ങനെ എന്തെല്ലാം തന്നിട്ടുള്ളത്? ടെക്സ്റ്റിൽ പാരഗ്രാഫ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന്. അപ്പം അതിനെയും കാട്ടി എത്രയോ എളുപ്പം ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പം നിങ്ങൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കി മാറ്റിയത്. അപ്പം നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാമത്തെ ബേസിസ് പറയുന്നത് അതർ നെയിംസാണ്. ഈ രണ്ട് റിപ്പോർട്ടിൻ്റെയും വേറെ പേരുകൾ. പോസിറ്റീവ് റിപ്പോർട്ടിന് അറിയപ്പെടുന്നത് വേറെ 3 പേരുകളിലാണ്, നെഗറ്റീവിന് 2 പേരുകളും. പോസിറ്റീവിൻ്റെ വേറെ പേര് എന്ന് പറയുന്നത് ക്ലീൻ അൺക്വാളിഫൈഡ് കൺവെൻഷനൽ. ക്ലീൻ അൺക്വാളിഫൈഡ് കൺവെൻഷനൽ. നെഗറ്റീവ് റിപ്പോർട്ടിൻ്റെ വേറെ പേര് എന്ന് പറയുന്നത് ക്വാളിഫൈഡ് അല്ലെങ്കിൽ എഡ്വേഴ്സ് റിപ്പോർട്ട്. ഇത്രയാണ് ഇതിൻ്റെ മറ്റ് പേരുകൾ. പോസിറ്റീവിന് ക്ലീൻ അൺക്വാളിഫൈഡ് കൺവെൻഷനൽ, നെഗറ്റീവിന് ക്വാളിഫൈഡ് അല്ലെങ്കിൽ എഡ്വേഴ്സ്. രണ്ടാമത്തെ പോയിൻ്റാണ് ഡിസ്ക്രിപ്പൻസി ആൻഡ് ഫ്രോഡ്. ഡിസ്ക്രിപ്പൻസി ആൻഡ് ഫ്രോഡ്. എന്താ ഡിസ്ക്രിപ്പൻസി എന്ന് വെച്ചാൽ? ഡിസ്ക്രിപ്പൻസി എന്ന് വെച്ചാൽ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ. അതായത് നമ്മളെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും ബുക്സ് ഓഫ് അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ നോക്കുന്നത് സംബന്ധിച്ച് ഓഡിറ്റർക്ക് നോക്കുമ്പം എന്തെങ്കിലും മിസ്റ്റേക്സ് കാണുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രോഡ്, എന്തെങ്കിലും കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കുക. അപ്പം അതിനെയാണ് എന്ത് പറയുന്നത്? ഡിസ്ക്രിപ്പൻസി. ഡിസ്ക്രിപ്പൻസി എന്ന് വെച്ചാൽ പൊരുത്തക്കേടുകളുണ്ട് എന്ന്, അല്ലെങ്കിൽ ഫ്രോഡ് കാര്യങ്ങളുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുന്നത് ഓഡിറ്റർ. അപ്പോൾ ഏതിനുണ്ടാവില്ല? ഫ്രോഡും കാര്യങ്ങളൊന്നും ചെയ്യാത്ത നല്ല റിപ്പോർട്ട് ഏതാ? ഇതാണ് ബെസ്റ്റ് റിപ്പോർട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെന്തില്ല? ഫ്രോഡില്ല. നോ ഡിസ്ക്രിപ്പൻസി ആൻഡ് ഫ്രോഡ്. നെഗറ്റീവ് റിപ്പോർട്ടാകുമ്പം അവിടെ എന്തുണ്ടാകും? ഫ്രോഡും കാര്യങ്ങളെല്ലാം ഓഡിറ്റർ കണ്ടുപിടിച്ചിട്ടുണ്ടാകും, കമ്പനീൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടാകും. അപ്പം അങ്ങനെയുള്ളതിനെയാണ് നെഗറ്റീവ് റിപ്പോർട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രോഡും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു, അതിനെക്കുറിച്ചിട്ട് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ടെങ്കിൽ അതിന് നെഗറ്റീവ് റിപ്പോർട്ട്. ഇനി മൂന്നാമത്തെ ബേസിസ് ഓഡിറ്റേഴ്സ് സാറ്റിസ്ഫിക്കേഷൻ. ഓഡിറ്റേഴ്സ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് റിപ്പോർട്ട് എന്ന് പറയുന്നത് നല്ല റിപ്പോർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഡിറ്റർ എന്തായിരിക്കും? സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഓക്കെ, നെഗറ്റീവ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഓഡിറ്ററിൻ്റെ ഡിസ്സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഓഡിറ്റർ ഇസ് നോട്ട് സാറ്റിസ്ഫൈഡാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണല്ലോ അയാൾക്ക് ഈ നെഗറ്റീവ് റിപ്പോർട്ട് വാൺ ചെയ്യുന്ന ഈ നെഗറ്റീവ് റിപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഓഡിറ്റർ ഇസ് നോട്ട് സാറ്റിസ്ഫൈഡ്. ഇനി കമ്പനീനെ സംബന്ധിച്ച് ഗുഡ് വിൽ എന്ന് പറയുന്ന കാര്യം കൂടുന്നത് ഏതിൻ്റെ കേസിലായിരിക്കും? ഇൻക്രീസ് ചെയ്യുന്നത് പോസിറ്റീവ് റിപ്പോർട്ടിൽ കൂടും. നേരെ മറിച്ച് നെഗറ്റീവ് റിപ്പോർട്ടാണെങ്കിൽ ഗുഡ് വില്ല് കുറയും. ഗുഡ് വിൽ ഡിക്രീസ്. അപ്പം ഏതാ നല്ല റിപ്പോർട്ട് ചുരുക്കി പറഞ്ഞാൽ? പോസിറ്റീവ് റിപ്പോർട്ട് നല്ല റിപ്പോർട്ടും നെഗറ്റീവ് റിപ്പോർട്ട് ഡിഫക്റ്റീവ് ആയിട്ടുള്ള റിപ്പോർട്ടിന് നെഗറ്റീവ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് പോസിറ്റീവ് റിപ്പോർട്ടും നെഗറ്റീവ് റിപ്പോർട്ടും അതിൻ്റെ ഡിഫറൻസ്. ഇതിൽ നിങ്ങൾക്ക് മാറിപ്പോകുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ എക്സാമിന് അധികം ആൾക്കാരും തെറ്റിക്കുന്നൊരു കാര്യമാണ് പോസിറ്റീവ് റിപ്പോർട്ട്. ഈ പോസിറ്റീവ് റിപ്പോർട്ടിൻ്റെ വേറൊരു പേരാണ് ക്ലീൻ കൺവെൻഷനൽ അല്ലെങ്കിൽ അൺക്വാളിഫൈഡ്. ഓക്കെ, നെഗറ്റീവ് റിപ്പോർട്ട് ഇതിൻ്റെ വേറൊരു പേരാണ് ക്വാളിഫൈഡ് റിപ്പോർട്ട്. പോസിറ്റീവ് റിപ്പോർട്ടിൻ്റെ പേര് അൺക്വാളിഫൈഡും നെഗറ്റീവ് റിപ്പോർട്ടിൻ്റെ വേറൊരു പേരും ക്വാളിഫൈഡ് റിപ്പോർട്ടും. അപ്പോൾ എക്സാം നിങ്ങൾ എന്താ തെറ്റിക്കുക? പോസിറ്റീവിനെ കൊണ്ടുപോയിട്ട് ക്വാളിഫൈഡും നെഗറ്റീവിനെ കൊണ്ടുപോയിട്ട് അൺക്വാളിഫൈഡും കൊടുക്കും. അങ്ങനെ എഴുതരുത്. പോസിറ്റീവിനെ കൊണ്ടുപോയിട്ട് ക്വാളിഫൈഡും നെഗറ്റീവിനെ കൊണ്ടുപോയിട്ട് അൺക്വാളിഫൈഡും, അങ്ങനെയല്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നുള്ളത് പറഞ്ഞുതരാം.
ആദ്യത്തേതാണ് പോസിറ്റീവ് റിപ്പോർട്ട്, അതിൻ്റെ വേറൊരു പേരാണ് അൺക്വാളിഫൈഡ്. നെഗറ്റീവിൻ്റെ വേറൊരു പേര് ക്വാളിഫൈഡ്. അപ്പോൾ നമുക്ക് നോക്കാം. ക്വാളിഫൈഡിൻ്റെ ഇവിടെയുള്ള മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിഫൈ അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ മോഡിഫൈൻ്റെ അർത്ഥം എന്താ? മോഡിഫൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലെ ആ ചേഞ്ച് വരുത്തുന്നതിന് എന്ത് പറയുക? ക്വാളിഫൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും തരത്തിൽ ക്വാളിഫൈ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ചസ് വരുത്തുന്നതിനെയാണ് ഈ ക്വാളിഫൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്വാളിഫൈ എന്ന് വെച്ചാൽ ചേഞ്ചസ് കൊണ്ടുവരുന്നതിനെയാണ് ക്വാളിഫൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്വാളിഫൈ എന്ന് വെച്ചാൽ ചേഞ്ചസ്. അപ്പം ഒന്നാമത്തെ നമ്മളെ റിപ്പോർട്ടിൻ്റെ പേരാണ് പോസിറ്റീവ് റിപ്പോർട്ട്. ഈ പോസിറ്റീവ് റിപ്പോർട്ടിൻ്റെ അതിൻ്റെ അർത്ഥം എന്താ? പോസിറ്റീവ് റിപ്പോർട്ട് എന്ന് വെച്ചാൽ നല്ല റിപ്പോർട്ടാണ് ഓഡിറ്റർ കൊടുത്തിരിക്കുന്ന കമ്പനിയെ സംബന്ധിച്ച്. കമ്പനിക്ക് ഇനി ചേഞ്ചസ് ഒന്നും വരുത്തണ്ട. ചേഞ്ചസ് വരുത്തണ്ടേ? ചേഞ്ചസ് വരുത്തണ്ട. അപ്പോൾ വരുത്തണ്ട എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തായി? ഇത് അൺക്വാളിഫൈഡായി അല്ലേ? ഇവിടെ അണ്ണ് ചേർക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ അൺക്വാളിഫൈ എന്ന് പേര് വന്നിട്ടുള്ളത്. ചേഞ്ചസ് വരുത്തണ്ട. ഇനി നെഗറ്റീവ് റിപ്പോർട്ട് എന്ന് വെച്ചാൽ ഇപ്പം കമ്പനീൻ്റെ പെർഫോമൻസ് അത്ര നല്ലതല്ല, അതുകൊണ്ട് തന്നെയാണ് അവിടെ നെഗറ്റീവ് റിപ്പോർട്ട് കൊടുത്തത്. അപ്പം എന്താണ്? ചേഞ്ചസ് ആവശ്യമാണ്. ചേഞ്ചസ് ആവശ്യമാണ് എന്ന് പറയുമ്പം അതിൻ്റെ അർത്ഥം എന്താ? ക്വാളിഫൈ ചെയ്യണം. അപ്പം അതുകൊണ്ട് അതിൻ്റെ പേരെന്ത് പറഞ്ഞേ? ക്വാളിഫൈഡ് എന്ന് പേര് വന്നേ. അപ്പം അത് മാറിപ്പോവരുതേ. ഓക്കെ, അപ്പം നിങ്ങളെന്താ ചെയ്യുക? പോസിറ്റീവിന് അൺക്വാളിഫൈഡ് തന്നെ എഴുതണം, നെഗറ്റീവിന് ക്വാളിഫൈഡ് റിപ്പോർട്ട് മാറിപ്പോവരുത്. പിന്നെ നമുക്ക് ഒന്ന് ജസ്റ്റ് മീനിങ് നോക്കാം. പോസിറ്റീവ് റിപ്പോർട്ടിനും നെഗറ്റീവ് റിപ്പോർട്ടിനും മീനിങ്. ഒന്നാമത്തെ റിപ്പോർട്ട് പോസിറ്റീവ് റിപ്പോർട്ട് എന്ന് വെച്ചാൽ എന്താ? ഇഫ് ദ ഓഡിറ്റർ ഇസ് സാറ്റിസ്ഫൈഡ്, അതുപോലെ തന്നെ പിന്നെ ഓഡിറ്റർ സാറ്റിസ്ഫൈ ആയി, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. അതിൻ്റെ അർത്ഥം എന്താണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് എന്ത് പറയുന്നത്? ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസും എന്നും പറയുന്നത് അല്ലേ? അപ്പം ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസും, അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആൻഡ് ഫെയർ ആണ്. അതുപോലെ തന്നെ ഓഡിറ്റർ പറയുന്ന ഓഡിറ്റർ സാറ്റിസ്ഫൈഡുമായി, അങ്ങനെയാണെങ്കിൽ കൊടുക്കുന്ന റിപ്പോർട്ടിന് എന്ത് പറയുന്നത്? ക്ലീൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നും കൂടി പറയാം. ഇഫ് ദ ഓഡിറ്റർ ഇസ് സാറ്റിസ്ഫൈഡ് that the accounts and balance sheet and the profit and loss account do present true and fair view. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഒക്കെ ട്രൂ ആൻഡ് ഫെയർ ആണ്. ആസ് പെർ ദ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ് ഹി വിൽ ഗിവ് അൺക്വാളിഫൈഡ് ഓർ ക്ലീൻ റിപ്പോർട്ട്. അപ്പോൾ കമ്പനീൻ്റെ പെർഫോമൻസ് സാറ്റിസ്ഫൈഡ് ആണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ബുക്സ് ഓഫ് അക്കൗണ്ട്സും ബാലൻസ് ഷീറ്റും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്, ട്രൂ ആൻഡ് ഫെയർ ആണ്. അങ്ങനെയാണെങ്കിൽ, അതുപോലെ തന്നെ കമ്പനീൻ്റെ ലോസ് പ്രകാരമാണ് കമ്പനി നീങ്ങുന്നതെങ്കിൽ ആ സമയത്ത് കൊടുക്കുന്ന റിപ്പോർട്ടിനെയാണ് ഗുഡ് റിപ്പോർട്ട് അല്ലെങ്കിൽ ക്ലീൻ റിപ്പോർട്ട്, ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അൺക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. മാറിപ്പോരുതേ. ക്ലീൻ റിപ്പോർട്ട് അല്ലെങ്കിൽ അൺക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് വൺ ക്വാളിഫൈഡ് റിപ്പോർട്ട് നോക്കാം. ക്വാളിഫൈഡ് റിപ്പോർട്ട് അല്ലെങ്കിൽ നമ്മൾ അതിനെന്താ പറയുക? ക്വാളിഫൈഡ് റിപ്പോർട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് റിപ്പോർട്ട് എന്നാണ് പറയുന്നത്. അതെപ്പോൾ കൊടുക്കുക? ഈ ക്ലീൻ റിപ്പോർട്ടിൻ്റെ ഓപ്പോസിറ്റ് എഴുതിയാൽ മതി. വെൻ ദ ഓഡിറ്റർ ഇസ് നോട്ട് സാറ്റിസ്ഫൈഡ്, അതുപോലെ തന്നെ അക്കൗണ്ട്സും ബാലൻസ് ഷീറ്റും കാര്യങ്ങളൊക്കെ ട്രൂ ആൻഡ് ഫെയർ അല്ല. അപ്പോൾ ഇവിടെയെല്ലാം എല്ലാന്ന് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത് പറയുന്നത്? ക്വാളിഫൈഡ് എന്നുള്ളത്. ഓക്കെ, ഓഡിറ്റർ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്, അതുപോലെ തന്നെ ഡു നോട്ട് എക്സിബിറ്റ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനെയാണെങ്കിൽ കൊടുക്കുന്ന റിപ്പോർട്ടിനെയാണ് ക്വാളിഫൈഡ് റിപ്പോർട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് അതിൻ്റെ മീനിങ്.
ഇതൊരു ക്ലീൻ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ പിന്നെ ഒരു എക്സാമ്പിളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ക്ലീൻ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഷെയർ ഹോൾഡേഴ്സിനാണ് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് ടു ഷെയർ ഹോൾഡേഴ്സ്, കമ്പനീൻ്റെ പേര്, സ്ഥലം. ഓക്കെ, എന്നിട്ട് എപ്പോൾ ഓഡിറ്റ് വർക്ക് നടന്നതും കാര്യങ്ങളൊക്കെ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്താ പറയുന്നത്, ഒന്നാമത്തെ പോയിൻ്റ് എന്താ പറയുന്നത്, കമ്പനീൻ്റെ ഇൻഫർമേഷൻ, കമ്പനിയിൽ ഈ ഓഡിറ്റർ എന്തെങ്കിലും ഇൻഫർമേഷൻ എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ബെസ്റ്റ് ഓഫ് അവർ നോളജ്, അതിൻ്റെ അർത്ഥം എന്താ, കിട്ടിയിട്ടുണ്ട് എന്ന് അല്ലേ. ഓഡിറ്റർ എന്താണ് ഇൻഫർമേഷൻ എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടൊക്കെ കമ്പനിയിലെ ആൾക്കാർ മറുപടി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് ബുക്സ് ഓഫ് അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യത്തിൽ എന്താ പറയുന്നത്, ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എഗ്രിമെൻറ്റിലാണ്. എഗ്രിമെൻ്റ് എന്ന് വെച്ചാൽ എന്താ, കറക്റ്റാണ് എന്നുള്ളത്. ബുക്സ് ഓഫ് അക്കൗണ്ട്സുമായിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എഗ്രിമെൻ്റ് ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ പറയുന്നത് കമ്പനിയിലെ എല്ലാ കാര്യങ്ങളും കമ്പനീസ് ആക്ട് പ്രകാരമാണ് കീപ്പ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെയാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ, ക്ലീൻ ഓഡിറ്റ് റിപ്പോർട്ടാണെങ്കിൽ പറയാം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ക്ലീൻ ഓഡിറ്റ് റിപ്പോർട്ട് എഴുതുന്നത്. കണ്ടല്ലോ. പിന്നെ ലാസ്റ്റ് ഇവിടെ പ്ലേസും ഡേറ്റും ലെഫ്റ്റ് സൈഡിൽ എഴുതും. പിന്നെ ആരാണ് ചെയ്തിട്ടുള്ളത് അവരെ കുറിച്ചിട്ടാണ് ഈ റൈറ്റ് സൈഡിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇങ്ങനെയാണ് ഒരു ക്ലീൻ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ മാതൃക, എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെഗറ്റീവ് റിപ്പോർട്ടിനെ കുറിച്ച് നോക്കാം. എപ്പോഴൊക്കെയാണ് ഒരു ഓഡിറ്റർ നെഗറ്റീവ് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അടുത്തത് നമ്മൾ നോക്കുന്നത് ഏതൊക്കെ സർക്കംസ്റ്റൻസസിലാണ് ഒരു ഓഡിറ്റർ നെഗറ്റീവ് റിപ്പോർട്ട് കൊടുക്കുന്നത് എന്നാണ്. ഒന്നാമത്തേത് പറയുന്നത് എസറ്റ്, കമ്പനീൻ്റെ എസറ്റും കാര്യങ്ങളൊക്കെ ഇൻസഫിഷ്യൻ്റ് ആണ്. അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഒന്നും കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ കമ്പനീൻ്റെ എസറ്റിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചിട്ട് ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ ആ സമയത്ത് ക്വാളിഫൈഡ് റിപ്പോർട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് റിപ്പോർട്ട് കൊടുക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പിന്നെ മെയിനായിട്ട് 14 പോയിൻറ്റ്സാണ് പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒന്നാമത്തെ പോയിൻ്റ് എന്താ പറഞ്ഞത്, കമ്പനീൻ്റെ എസറ്റിനെ കുറിച്ചിട്ട് ഇൻസഫിഷ്യൻറ്റ് ഇൻഫർമേഷൻ ആണെങ്കിൽ ആ സമയത്ത് നെഗറ്റീവ് റിപ്പോർട്ട് കൊടുക്കും. അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ് ഇൻസഫിഷ്യൻറ്റ് ഇൻഫർമേഷൻ ഓഫ് എസറ്റ്. ഓക്കെ, ഇനി ഒന്നാമത്തെ കഴിഞ്ഞു. രണ്ടാമത്തത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോട്ട് സാറ്റിസ്ഫൈഡ്. രണ്ടാമത്തേൽ എന്താ പറയുന്നത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ആ സമയത്തും നെഗറ്റീവ് റിപ്പോർട്ട് കൊടുക്കും. മൂന്നാമത്തേൽ പറയുന്നത് ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും തമ്മിൽ എഗ്രി ചെയ്യുന്നില്ല. ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും തമ്മിൽ എഗ്രി ചെയ്യുന്നില്ല, ഈക്വൽ ആവുന്നില്ല. അങ്ങനെ ആവുന്ന സമയത്തും എന്ത് ചെയ്യുന്നു, ഈ നെഗറ്റീവ് റിപ്പോർട്ട് കൊടുക്കും. ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും എഗ്രി ചെയ്യുന്നില്ല. അതായത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ഏതാ, ജേണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നതോ പ്രോഫിറ്റ് ആൻഡ് ലോസും ബാലൻസ് ഷീറ്റും. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസും ബാലൻസ് ഷീറ്റും നോക്കുന്ന സമയത്ത് അതിൻ്റെ എമൗണ്ടും ഡിഫറൻറ്റ്, ജേണലിൻ്റെ എല്ലാം എമൗണ്ട് ഡിഫറൻറ്റ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തും നെഗറ്റീവ് റിപ്പോർട്ട് കൊടുക്കും. അടുത്തത് ഇൻകറക്റ്റ് വാലുവേഷൻ ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് ചെയ്യുന്നില്ല. അടുത്തത് വയലേഷൻ ഓഫ് കമ്പനീസ് ആക്ട് എന്ത് ചെയ്യുക, തെറ്റിക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ വേറെ പല ലോസും ഒരു കമ്പനി ഫോളോ ചെയ്യണം, ആ ലോസും കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യുന്നില്ല, കമ്പനീസ് ആക്ട് പ്രോപ്പറായിട്ട് അനുസരിക്കുന്നില്ല, ആ സമയത്തും നെഗറ്റീവ് റിപ്പോർട്ട് കൊടുക്കും. അടുത്തത് ഡിപ്രിസിയേഷൻ, അതുപോലെ തന്നെ ബാഡ് ഡെപ്റ്റ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പ്രൊവിഷൻ കാര്യങ്ങളും കീപ്പ് ചെയ്യണം, അത് കീപ്പ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ അതിൻ്റെ എമൗണ്ടൊക്കെ തെറ്റിച്ചാണ് കൊടുത്തതെങ്കിൽ ഈ സമയത്തും നെഗറ്റീവ് റിപ്പോർട്ട് കൊടുക്കും. അടുത്തത് നോൺ റെസിപ്റ്റ് ഓഫ് ബ്രാഞ്ച് റിപ്പോർട്ട് എന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ, ഒരു കമ്പനിക്ക് പല ബ്രാഞ്ചസ് ഉണ്ടാകും. അപ്പം ആ സമയത്ത് ഒരു ഓഡിറ്റർ ഒരു ബ്രാഞ്ചിൽ വന്ന ഓഡിറ്റർ വേറൊരു ബ്രാഞ്ചിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടിനെ കുറിച്ച് ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അതും
ഈ നെഗറ്റീവ് റിപ്പോർട്ട് എന്ന് പറയുന്ന സമയത്ത് അത് ഹൈലൈറ്റ് ചെയ്യുന്നതാണ്. അടുത്തത് റോങ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ട്രാൻസാക്ഷൻ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, കറക്റ്റായിട്ടല്ല കൊടുത്തത്, ഇറേഴ്സ് ഉണ്ടാവുന്നില്ലേ, അതുപോലെ. ഓക്കെ, റവന്യൂ ആയിട്ട് എടുക്കേണ്ട ഐറ്റം ക്യാപിറ്റലായിട്ട് എടുത്തു, അങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ അതാണ് റോങ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ട്രാൻസാക്ഷനൊക്കെ തെറ്റിച്ച് ചെയ്തുന്നത്. അടുത്തത് വെൻ ദർ ഇസ് ഓവർ വാലുവേഷൻ ഓർ അണ്ടർ വാലുവേഷൻ ഓഫ് എസെറ്റ്. അതിൻ്റെ അർത്ഥം എന്താ? എസെറ്റിൻ്റെ എമൗണ്ട് ഒന്നിക്കൽ കൂട്ടി കാണിക്കുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, കുറച്ച് കാണിക്കുന്നു. അടുത്തത് 11th പോയിന്റ്, ഫൈനൽ അക്കൗണ്ട്സ് ഈസ് നോട്ട് അക്കോർഡിംഗ് ടു ദ കമ്പനി ലോ. ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് ഏത് പ്രകാരമല്ല? കമ്പനി ലോ പ്രകാരമല്ല. ആ സമയത്തും കമ്പനി ലോയിൽ അതിൻ്റെ ഫോമാറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിനനുസരിച്ച് വേണം ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ. അപ്പം അത് പ്രകാരമല്ല ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തതെങ്കിൽ നെഗറ്റീവ് റിപ്പോർട്ട് കൊടുക്കും. അടുത്തത് when the accounts do not disclose a true and fair view except some matters. അതിൻ്റെ അർത്ഥം എന്താണ്? അക്കൗണ്ട്സ് എന്തല്ല, ട്രൂ ആൻഡ് ഫെയർ വ്യൂ അല്ല. അക്കൗണ്ട്സ് ട്രൂ ആൻഡ് ഫെയർ ആയിരിക്കണം. അങ്ങനെ ട്രൂ ആൻഡ് ഫെയർ വ്യൂ അല്ലെങ്കിൽ നെഗറ്റീവ് റിപ്പോർട്ട് കൊടുക്കും. അടുത്തത് when an investment has been valued at cost price which is excess of market price. അതിൻ്റെ അർത്ഥം എന്താ? ഇൻവെസ്റ്റ്മെൻറ്റ് ഇത് നമ്മൾ ശരിക്കും വാല്യൂ ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഇസ് ലെസ്. അപ്പോൾ ഒന്നിക്കൽ കോസ്റ്റ് ആവാം, അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ആവാം, ഏതാണ് കുറവ് അതിലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ ചെയ്യാം. കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഇസ് ലെസ്. ഇനി ഇവിടെ എന്താ പറഞ്ഞേ? when an investment has been valued at cost price which is excess of market price. ഇവിടെ എന്താ പറഞ്ഞത്? ഇൻവെസ്റ്റ്മെൻറ്റിൽ വാല്യൂ ചെയ്തത് കോസ്റ്റ് പ്രൈസ് ആണ്. അതുപോലെ തന്നെ കോസ്റ്റ് പ്രൈസ് ആണ് കൂടുതൽ ഏതിനെയും കാട്ടി? മാർക്കറ്റ് പ്രൈസിനെയും കാട്ടി. അപ്പോൾ അതെന്താ? നെഗറ്റീവ് റിപ്പോർട്ട് കൊടുക്കണ്ടേ? അപ്പോൾ ആ കമ്പനി ഇപ്പോൾ ഏതിലാണ് വാല്യൂ ചെയ്തിട്ടുള്ളത്? കോസ്റ്റ് പ്രൈസും ഉണ്ട്, മാർക്കറ്റ് പ്രൈസും ഉണ്ട്. കമ്പനി എടുത്തിട്ടുള്ളത് കോസ്റ്റ് പ്രൈസ് ആണ്, പക്ഷെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് പ്രൈസാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ കോസ്റ്റ് പ്രൈസിൽ കൊടുക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ലല്ലോ. കമ്പനി നോക്കുമ്പം കോസ്റ്റ് പ്രൈസും ഉണ്ട്, മാർക്കറ്റ് പ്രൈസും ഉണ്ട്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് പ്രൈസ് അല്ല കൂടുതൽ, കോസ്റ്റ് പ്രൈസാണ് കൂടുതലായിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്തു? കോസ്റ്റ് പ്രൈസിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ ചെയ്തത്. ശരിക്കും ഏതിലാണ് വാല്യൂ ചെയ്യേണ്ടത്? ഇൻവെസ്റ്റ്മെൻറ്റ് ശരിക്കും വാല്യൂ ചെയ്യേണ്ടത് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഇസ് ലെസ് ആണ്. ഇവിടെ ലെസ് ആയിട്ടുള്ളത് മാർക്കറ്റ് പ്രൈസാണ്. എന്നിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി എടുത്തിട്ടുള്ളത് കോസ്റ്റ് പ്രൈസിലാണ്. അപ്പം അങ്ങനെയുള്ള സമയത്തും നെഗറ്റീവ് റിപ്പോർട്ട് കൊടുക്കും. ലാസ്റ്റത്തത് വേറെ സീക്രട്ട് റിസർവ് ആർ ബീൻ ക്രിയേറ്റഡ്. എന്തായിരിക്കും ഈ സീക്രട്ട് റിസർവ് എന്ന് വെച്ചാൽ? കമ്പനി എപ്പോഴും റിസർവ് കീപ്പ് ചെയ്യുന്ന സമയത്ത് അത് എന്തിനു വേണ്ടിയിട്ടാണ് റിസർവ് കീപ്പ് ചെയ്തതെന്ന് പറയണം. ഇല്ലെങ്കിൽ അത് നമ്മൾ കറക്റ്റായിട്ടുള്ള പ്രോപ്പർ വേ അല്ല. ഓരോ റിസർവും കീപ്പ് ചെയ്യുമ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ് സ്പെസിഫൈ ചെയ്യണം. ഇല്ലാത്തതിന് സീക്രട്ട് റിസർവ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ അത് ഒരിക്കലും കമ്പനി ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പം അങ്ങനെ സീക്രട്ട് റിസർവ് ചെയ്തതാണെങ്കിൽ നെഗറ്റീവ് റിപ്പോർട്ട് കൊടുക്കും. ഇത്രയാണ് നെഗറ്റീവ് റിപ്പോർട്ട് കൊടുക്കുന്ന കേസസ്. ഓക്കെ, അപ്പം പിന്നെ എക്സാമിന് ടൈപ്പ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതേണ്ട കാര്യം ഒന്ന് പറയാം. ആദ്യം ഡിഫറൻസ് ചെയ്താൽ, പിന്നെ മീനിങ് പറയുക, അതിനുശേഷം നെഗറ്റീവ് റിപ്പോർട്ട് കൊടുക്കുന്ന സർക്കംസ്റ്റൻസസും. അതാണ് ഈ 14 ഇത്രയും കാര്യങ്ങളാണ് ഏത് ചോദിച്ചാൽ പറയണ്ടേ? ടൈപ്പ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് ചോദിച്ചാൽ എഴുതേണ്ടത്.